ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ഓം സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം ആശംസിക്കുന്നു. അതോടൊപ്പം 14-ാം ദിവസമായ ഇന്ന് ആരണ്യകാണ്ഡത്തിലെ അഗസ്ത്യസ്തുതി, ജഡായു സംഗമം, പഞ്ചവടി പ്രവേശം, ലക്ഷ്മണോപദേശം, ശൂർപ്പണഖാഗമനം, ഖരവധം എന്നീ ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. 13-ാം ദിവസം, അതായത് ഇന്നലെ, അഗസ്ത്യ മഹർഷിയെ കാണാൻ എത്തുന്ന ശ്രീരാമചന്ദ്രനെ പൂജിച്ച് സൽക്കരിച്ചതിന് ശേഷം ഏകാന്തതയിൽ വിളിച്ച് അഗസ്ത്യ മഹർഷി ശ്രീരാമനോട് പറയുന്നതാണ് അഗസ്ത്യ സ്തുതി എന്ന ഭാഗത്തിൽ. നമുക്ക് തുടരാം. പണ്ട് ക്ഷീരസാഗര തീരത്ത് വെച്ച് ആ ബ്രഹ്മാവ് ദേവന്മാരോടുകൂടി വന്ന് അപേക്ഷിച്ചപ്പോൾ അങ്ങ് ധർമ്മത്തെ രക്ഷിക്കാനായി രാവണ വംശത്തെ ഇല്ലാതെയാക്കുമെന്ന് അരുളി ചെയ്ത് അന്ന് തുടങ്ങി ഞാൻ ഇവിടെ വന്ന് കാത്തിരിക്കുകയായിരുന്നു. ഈ ശിഷ്യന്മാരോടും താപസ ശ്രേഷ്ഠന്മാരോടും കൂടി രാമപാദങ്ങൾ ധ്യാനിച്ച് ജീവിക്കുകയായിരുന്നു. ഈ ലോകസൃഷ്ടിക്ക് മുമ്പ് അങ്ങ് ഏകനായി, ആനന്ദസ്വരൂപനായി, ലോകോൽപ്പത്തിക്ക് തന്നെ കാരണഭൂതനായി, വികല്പമില്ലാത്തവനായി, തൻ്റെ തന്നെ മായയ്ക്ക് അധീനനായി, തൻ്റെ തന്നെ ആ മായയ്ക്ക് ആശ്രയഭൂതയായി, തൻ്റെ തന്നെ പരാശക്തിയായ മഹാമായ, മൂലപ്രകൃതിയായ മഹാമായ ആ പരമാത്മസ്വരൂപനായ അങ്ങയെ ആവരണം ചെയ്തിട്ട് സത്വരജസ്തമോ ഗുണങ്ങളെ അനുസരിപ്പിച്ച് അവിടുന്ന് ആ സൃഷ്ടിക്ക് പ്രേരിപ്പിച്ചു. അങ്ങയെ വേദാന്തികൾ മാറ്റമില്ലാത്തവൻ, പരിണാമമില്ലാത്തവൻ എന്ന് ഉപനിഷത്തുക്കളെ ഉദ്ധരിച്ച് പറയുന്നു. അത് സത്യം തന്നെയാണ്. ആ മഹാമായാദേവിയെ മൂലപ്രകൃതി എന്നും മായയ്ക്ക് അതീതന്മാരായവർ സംസ്കൃതി എന്നും ചൊല്ലും. വിദ്വാൻമാർ അവിദ്യ എന്നും പലതരം പേരിൽ ഇങ്ങനെ പലരാൽ പറയപ്പെടുന്നു. എന്നാൽ അവിടുന്ന് ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ട് ക്ഷോഭിച്ചതായ മായ തന്നെയാണല്ലോ ആദ്യം മഹത്തത്വത്തെ സൃഷ്ടിച്ചത്. ഇത് തന്നെ നാരായണീയത്തിലും പറഞ്ഞിട്ടുണ്ട്. ഏവം ചദ്വിപരാർദ്ധകാല വിഗതാ വീക്ഷാം സൃക്ഷാത്മികം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം മായാദ ഖലു കാലശക്തിരഖിലാ ദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദധുസ്തസ്യാ സഹായക്രിയാം. അവിടുന്ന് ആ മായയെ പ്രേരിപ്പിച്ചിട്ട്, ആ മായയെ ഒന്ന് നോക്കി, സൃഷ്ടാത്മിക, എന്നിട്ട് ചുക്ഷുഭേ, സ്വയം ക്ഷോഭിച്ചിട്ട് എന്നാണ്. മായാ സ്വയം മായാദ ഖലു കാലശക്തിരഖിലാ ദൃഷ്ടം. ഈ മായയെ ക്ഷോഭിച്ച് ആ മായയാണ് സൃഷ്ടിക്കുന്നത്. ആ അവിടുത്തെ പ്രേരണയാൽ ആ മായ തന്നെത്താൻ ക്ഷോഭിച്ചു പരീക്ഷണം കൊണ്ട്. ആ മായയിൽ നിന്ന് തന്നെ കാലം എന്ന ശക്തിയും, അതായത് ഇവിടെ കാലം എന്ന ശക്തി സുഹൃത ദുഷ്കൃത രൂപങ്ങളാണ്. എല്ലാ അദൃഷ്ടവും സ്വഭാവവും തെളിഞ്ഞു വന്നിട്ട് ത്രിഗുണങ്ങളെ വികസിപ്പിച്ചിട്ട് ആ വ്യാപനശീലമുള്ളവയാക്കി തീർത്തു. ആ ത്രിഗുണങ്ങളെ ആ മായയ്ക്ക് സഹായകമായി അങ്ങ് നിൽക്കുകയും ചെയ്തു. ആ നിന്നുടെ നിയോഗത്താൽ ആ മായ ആദ്യം മഹത്തത്വത്തെ സൃഷ്ടിക്കുന്നു. പിന്നീട് മഹത്തത്വത്തിങ്കിൽ നിന്ന് അഹം തത്വവും, അതായത് അഹങ്കാരം ഉണ്ടായി വന്നു. ഇതിനെ അറിഞ്ഞിടുന്നവർ മഹത്തത്വം, അഹന്തത്വം, സംസാരം എന്നിങ്ങനെ മൂന്നായി പറയുന്നു. ഈ സാത്വിക ഗുണാധിക്യം ഉള്ളതാണ് മഹത്തത്വം. ഈ മഹത്തത്വത്തിൽ നിന്ന് തന്നെ അവിടുത്തെ പ്രേരണയാൽ ത്രിഗുണങ്ങൾ നന്നായി തികഞ്ഞതും എന്നാൽ തമോ ഗുണത്തിന് ആധിക്യമുള്ളതുമായ വികല്പബോധമുളവാക്കുന്നതായ അഹങ്കാരം എന്ന തത്വത്തെ സൃഷ്ടിച്ചു. ആ അഹങ്കാരമാകട്ടെ സത്വരജസ്തമോ ഗുണങ്ങളാൽ, ആ സത്വരജസ്തമോ ഗുണങ്ങളുടെ ആധിക്യം അനുസരിച്ച് 3 വിധത്തിലായിട്ട് സാത്വികം, തൈജസം, താമസം എന്നീ പേരിൽ ഈ ഗുണങ്ങളോടുകൂടി ആ സൃഷ്ടികളുണ്ടായി. ഈ പേരിൽ ഇവയിൽ താമസത്തിങ്കിൽ നിന്ന് അങ്ങയുടെ ശക്തിയാൽ തന്നെ ശബ്ദം, ശബ്ദത്തിൽ നിന്ന് ആകാശം, ആകാശത്തിൽ നിന്ന് സ്പർശം, സ്പർശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് രൂപം, രൂപത്തിൽ നിന്ന് തേജസ്, തേജസ്സിൽ നിന്ന് രസതയും, രസത്തിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് ഗന്ധം, ഗന്ധത്തിൽ നിന്ന് ഭൂമി, ഭഗവാനെ അങ്ങനെ എല്ലാം അങ്ങ് തന്നെ സൃഷ്ടിച്ചതാണ്. സാത്വിക ഗുണങ്ങളോടുകൂടിയ ദിക്ക്, വായു, അശ്വിനി ദേവന്മാർ, ആദിത്യൻ, വരുണൻ, അഗ്നി, ഇന്ദ്രൻ, മിത്രൻ, പ്രജാപതി, ചന്ദ്രൻ, രുദ്രൻ, ഇങ്ങനെ വിഷ്ണു, ബ്രഹ്മാവ് എന്നിവരെല്ലാം അവിടുന്ന് തന്നെയാണ് ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവരെല്ലാം തന്നെ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാതാക്കളായ ദേവതകളാണെന്നറിയുക. ആ സാത്വിക അഹങ്കാരം തന്നെയാണ് അങ്ങയുടെ പ്രേരണയാൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്ത എന്നിങ്ങനെ ഈ അന്ധകരണ വൃത്തികളെയും സൃഷ്ടിച്ചത്.
സർവത്ര വ്യാപ്തമായിരിക്കുന്ന സ്ഥൂലവും സൂക്ഷ്മവുമായ സകലത്തിൽ നിന്നുമാണ് വിരാട് പുമാൻ ഉണ്ടായി എന്ന് കേൾക്കുന്നു. അങ്ങനെയുള്ള വിരാട് പുരുഷൻ്റെ ഓരോ അംശങ്ങൾ തന്നെയാണ് അങ്ങ്. ഈ ലോകത്തിലുള്ള ദേവന്മാരും മനുഷ്യരും എന്ന് വേണ്ട സകല പക്ഷി മൃഗാദികളും ആ വിരാട് പുരുഷൻ്റെ അംശങ്ങളാകുന്നു. ഇതും ഭാഗവതത്തിലും നാരായണീയത്തിലും പറഞ്ഞിട്ടുണ്ട്. 5-ാം ദശകത്തിൽ നാരായണീയത്തിൽ പറയുന്നുണ്ട്. ഇനി ലോകസൃഷ്ടിക്ക് വേണ്ടി രജോ ഗുണാധിക്യമുള്ള ബ്രഹ്മാവ് സ്വയംഭൂവായി. നമുക്കറിയാം, ഭഗവാന്റെ നാഭിപങ്കജത്തിൽ നിന്നാണ് ബ്രഹ്മാവ് ഉണ്ടായത്. ആ ബ്രഹ്മാവിൽ നിന്നാണ് ബ്രഹ്മാവ് ഉണ്ടായപ്പോൾ തന്നെ വേദങ്ങളോടുകൂടിയാണ് ഉണ്ടായതെന്ന് പറയുന്നു. അങ്ങനെ ആ ബ്രഹ്മാവിന് പിന്നെ സൃഷ്ടികർമ്മം ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെ രജോ ഗുണം കൂടിയാൽ ഈ സൃഷ്ടി നടത്തണം എന്നുള്ള തോന്നലുണ്ടാവും. അങ്ങനെയാണ് ബ്രഹ്മാവ് സൃഷ്ടിക്കാൻ തുടങ്ങിയതെന്നാണ് പറയുന്നത്. സത്വഗുണം കൂടുതലുള്ള വിഷ്ണു ലോകത്തെ സംരക്ഷിക്കുന്നു. തമോ ഗുണാധിക്യമുള്ള രുദ്രനാണെങ്കിൽ സംഹരിക്കുന്നു. അതുപോലെ ഭൂമിയിൽ ഇങ്ങനെ ഓരോരോ അവതാരങ്ങൾ ഉണ്ടായി. എപ്പോൾ സൃഷ്ടി നടത്തണമെന്ന് ആഗ്രഹിച്ചുവോ അപ്പോൾ അവിടുന്ന് ആ നിർഗുണനായ ഭഗവാൻ ഗുണവാനെ പോലെ ആയിത്തീരുന്നു. അതായത് ഈ സത്വരജസ് തമോ ഗുണങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ മൂലപ്രകൃതിയായ ആ മായയെ അംഗീകരിച്ചു. എന്നിട്ട് സർവത്തിനും സാക്ഷിയായി നിന്നിട്ട് ആ മായയെ കൊണ്ട് തന്നെ സൃഷ്ടികർമ്മം നിർവഹിപ്പിച്ചു. അവിടുത്തെ ആ മഹാമായയെ ഈ വിദ്വാൻമാർ 2 പേര് വിളിക്കുകയാണ്, വിദ്യയെന്നും അവിദ്യയെന്നും. വേദങ്ങളെ അറിഞ്ഞവർ, പരമാത്മതത്വം അറിഞ്ഞവർ, ആ തൃപ്പാദ പങ്കജങ്ങളിൽ ധ്യാനിക്കുന്നവർ, അതായത് തൃപ്പാദ പത്മങ്ങളിൽ ധ്യാനിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഭക്തന്മാരായിട്ടുള്ളവർ, ഒന്നിലും സംഘമില്ലാതെ പ്രവൃത്തി ചെയ്യുന്നവർ ഈ മായയെ വിദ്യ എന്ന് പറയുന്നു. അവർ ഈ വിദ്യ നേടുന്ന പ്രകൃതിയിൽ നിന്നാണ്, മൂലപ്രകൃതിയിൽ നിന്നാണ്. ഇനി അവിദ്യയിൽ മുങ്ങിയിരിക്കുന്നവരാകട്ടെ ജനനം മുതൽ മരണം വരെ ഇങ്ങനെ പ്രവൃത്തി നിരതന്മാർ എന്ന് പറയപ്പെടുന്നു. എങ്ങനെയെല്ലാമോ സംസാര ജീവിതം അങ്ങ് തള്ളി നീക്കുകയാണ് അവർ. ഇനി വേദാന്തവാക്യം അറിഞ്ഞവർ ഭക്തന്മാരാണെന്ന് പറയുന്നു. ആ ഭക്തന്മാർ പരമാത്മതത്വം അറിഞ്ഞവരുമാണ്. സമഭാവനയോടെ അവർ അവിടുത്തെ തൃപ്പാദങ്ങളെ ആശ്രയിക്കുന്നവരാണ്. ആത്മവിദ്യ അഭ്യസിക്കുന്നവർ. അവർ വിദ്യയെ തന്നെ അറിയുന്നു, അവർക്ക് മോക്ഷം സിദ്ധിക്കുന്നു. ഇനി അവിദ്യാവശകന്മാരായിട്ടുള്ളവരാണെങ്കിലോ പ്രവൃത്തി നിരതന്മാരാണ്. പക്ഷെ അവർക്ക് ലക്ഷ്യബോധമില്ല, എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. അവർ നിത്യ സംസാരികളാണെന്ന് പരമാത്മതത്വത്തെ അറിഞ്ഞവർ പറയുന്നു. അവിടുത്തെ നാമമന്ത്രം ഉപാസന, അതാ നാമമന്ത്രത്തെ ഉപാസിക്കുന്നവരായിട്ടുള്ളവർ അവർക്ക് വിദ്യ താനെ ഉണ്ടായിക്കൊള്ളൂ എന്നാണ് ഇവിടെ അഗസ്ത്യമുനി പറയുന്നത്. മറ്റു പ്രകാരത്തിലുള്ള മൂഢന്മാർക്ക് 1000 ജന്മങ്ങൾ കഴിഞ്ഞാലും വിദ്യ ഉണ്ടാവുകയില്ല. ഭക്തി ഉണ്ടാകണം. ഭക്തി ഉണ്ടാകണമെങ്കിൽ ആ പരമാത്മതത്വം നമ്മൾ അറിയണം. അറിയാനുള്ള ഇച്ഛയുണ്ടാകണം ആദ്യം. ഭക്തി ഉണ്ടായാൽ മാത്രമേ വിദ്യ ഉണ്ടാകൂ, മോക്ഷമുണ്ടാകൂ. ആയതിനാൽ അങ്ങയിലുള്ള അചഞ്ചല ഭക്തിയാകുന്ന ആ അമൃത് ലഭിക്കാത്തവർക്ക് സ്വപ്നത്തിൽ പോലും മോക്ഷം ലഭിക്കയില്ല. ഭക്തി ഉണ്ടാകണമെങ്കിൽ സജ്ജന സംഘം വേണം. സജ്ജനങ്ങളാകണമെങ്കിലോ സമചിത്തതയോടെ ഇരിക്കണം, സമചിത്തന്മാരായിരിക്കണം. ജ്ഞാനവും അജ്ഞാനവും വേർതിരിച്ചറിയണം. അവർ അചഞ്ചല ഭക്തന്മാരായി ഒന്നിനോടും പറ്റിച്ചേരാതെ നിസ്പൃഹന്മാരായി ആഗ്രഹങ്ങളൊന്നുമില്ലാത്തവരായി സദാചാരങ്ങളിൽ മാത്രം തൽപരരായിരിക്കണം. അനിഷ്ടത്തിലും ഇഷ്ടത്തിലും സമചിത്തതയോടെ, ഏറെ ആഹ്ലാദമോ ഏറെ ദുഃഖമോ ഒന്നും ഇല്ലാത്തവരായിരിക്കണം. അഖില കാമങ്ങളിൽ നിന്നും നിവൃത്തരായിട്ടുള്ളവരായിരിക്കണം. അവിടുത്തെ മാത്രം ധ്യാനിക്കുന്നവർ, അതായത് സന്യാസകർമ്മം അനുഷ്ഠിക്കുന്നവർ, സന്തുഷ്ടമാനസരായി ആ പരമാത്മതത്വം അറിയാൻ ആഗ്രഹിക്കുന്നവരായി, സദാചാര തൽപരരായിട്ട്, ദുഷ്കർമ്മങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരായിട്ട്, യോഗികളെ പോലെ ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചവരായിട്ട്, ആ കാമക്രോധ ലോഭമോഹാദികളില്ലാത്തവരായിട്ട്, സാധുക്കളോട്, അതായത് സജ്ജനങ്ങളെയാണ് ഇവിടെ സാധുക്കൾ എന്ന് ഉദ്ദേശിക്കുന്നത്. സജ്ജനങ്ങളോട് സംഘമുണ്ടാകുമ്പോൾ അവിടുത്തെ കഥകൾ കേൾക്കാൻ ആഗ്രഹമുണ്ടാകും. കഥകൾ കേട്ട് കേട്ട് ഭക്തി വർദ്ധിച്ചിടും. ആ ഭക്തി വർദ്ധിച്ചിടുമ്പോൾ നമ്മുടെ അറിവും, അതായത് നമ്മുടെ പരമാത്മജ്ഞാനം നമുക്കുണ്ടാകും. ആ പരമാത്മജ്ഞാനം വർദ്ധിക്കും. ആ പരമാത്മജ്ഞാനം സിദ്ധിക്കുമ്പോൾ നമുക്ക് മോക്ഷവും സിദ്ധിക്കും. ഇതെല്ലാം രാഘവായനിക്ക് ഗുരുമുഖത്തു നിന്നും സിദ്ധിച്ച അറിവാണ്. അതിനാൽ നിന്നിലുള്ള ഭക്തിയും പ്രേമവായ്പും എപ്പോഴും സംഭവിക്കണമേ ദയാനിധേ. നിന്റെ തൃപ്പാദങ്ങളിലും ആ നിന്റെ ഭക്തന്മാരിലും എനിക്ക് എപ്പോഴും ഭക്തി ഉണ്ടാകണേ. ഇന്ന് എൻ്റെ യാഗങ്ങളും ജന്മവും സഫലമായി വന്നിരിക്കുന്നു. ഇന്ന് എൻ്റെ തപസ് സഫലമായി വന്നു. എൻ്റെ കണ്ണുകൾക്കും സാഫല്യമുണ്ടായി അവിടുത്തെ ദർശിക്കയാൽ. സീതയോടുകൂടി അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും വസിച്ചാലും സീതാവല്ലഭ ജഗന്നാഥ ദാശരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും
കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്ന് വേണ്ട, ഓരോരോ ജോലി ചെയ്യുമ്പോഴും എപ്പോഴും അവിടുത്തെ ചേതോഹര രൂപം എൻ്റെ ഉള്ളിൽ തോന്നണം ദയാംബുധേ. ഇപ്രകാരം ആ അഗസ്ത്യൻ്റെ സ്തുതി കേട്ടിട്ട് സ്തുതിച്ചിട്ട് പണ്ട് ദേവേന്ദ്രനിൽ നിന്ന് തനിക്ക് ലഭിച്ച ദിവ്യചാപം ബാണങ്ങളോടും ആവനാഴിയോടും കൂടി സസന്തോഷം രാമന് കൊടുക്കുകയാണ് അഗസ്ത്യൻ. ആനന്ദവിവശനായി പിന്നെയും അഗസ്ത്യമുനി പറയുന്നു, ഈ ഭൂഭാരത്തിന് കാരണഭൂതമായ രാക്ഷസവംശം നിന്നാൽ കാലതാമസം കൂടാതെ നഷ്ടമായിടണം. 2 നാഴിക ചെല്ലുമ്പോൾ ഗൗതമി നദിയുടെ തീരത്ത് പഞ്ചവടി എന്ന ആ പുണ്യഭൂമിയിൽ ആശ്രമം തീർത്ത് ആ സീതയോടുകൂടി ശേഷിച്ച കാലം നീ അവിടെ വസിക്കുക. ദൈവനിയോഗം ഏതും തടസ്സം കൂടാതെ ചെയ്യുക. അഗസ്ത്യ മഹർഷിയുടെ വാക്കുകൾ കേട്ടിട്ട് ബാണചാപ തൂണീരങ്ങളെല്ലാം അവിടെ വെച്ചിട്ട് സാഷ്ടാംഗം പ്രണമിച്ച് ആ സോദരനായ ലക്ഷ്മണനോടും സീതയോടുമൊപ്പം യാത്ര തുടരുകയാണ്. അവിടെ അങ്ങനെ തുടരുന്ന നേരത്താണ് ജഡായുവിനെ കാണുന്നത്. ഈ ഭാഗം ജഡായു സംഗമം എന്ന പേരിൽ കൊടുത്തിട്ടുണ്ട്. വഴിമധ്യേ കൊടുമുടി പോലെ ഭീമാകാരമായ ചിറകുകളോടുകൂടിയ വൃദ്ധനായ ജഡായുവിനെ കണ്ടുമുട്ടുന്നു. ലക്ഷ്മണ, നീ കണ്ടില്ലേ, ഏതോ രാക്ഷസനാണെന്ന് തോന്നുന്നു. മുനിമാരെ ഭക്ഷിക്കുന്ന ഇവനെ ക്ഷണം കൊണ്ട് നമുക്ക് കാലപുരിക്ക് അയക്കണം. ആ വില്ലിങ്ങോട്ട് തരൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട പക്ഷിശ്രേഷ്ഠനായ ജഡായു ഭയഭീതനായിട്ട് ഇപ്രകാരം പറയുകയാണ്, ഞാൻ വധിക്കപ്പെടേണ്ടവനല്ല, തവതാതനാം ദശരഥന്. ചെറുപ്പത്തിലെ എത്രയും ഇഷ്ടനായ ചങ്ങാതിയായ ജഡായുവാണ് ഞാൻ എന്ന് പറയും. ഇത് കേട്ടതും ആ ശ്രീരാമന് ദുഃഖം തോന്നി. അതായത് അങ്ങേക്കും ഹിതമായത് ചെയ്യുന്ന അങ്ങയുടെ ഭക്തനാണ് ഞാൻ എന്ന് ജഡായു പറയുവാണ്. വീണ്ടും ഇത് കേട്ട ശ്രീരാമൻ ഗാഠമായി ആശ്ലേഷിച്ച് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, കഷ്ടം ഭവാനെ, ഞാൻ തെറ്റിദ്ധരിച്ചു പോയല്ലോ. വിഷമിക്കേണ്ട, ഞാൻ താമസിക്കുന്നതിന് സമീപം തന്നെ താമസിച്ചാലും ഇനി ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. എൻ്റെ കിങ്കരനായി കൂടെ നിന്നുകൊള്ളൂ എന്ന് ശ്രീരാമൻ ജഡായുവിനോട് പറയുകയാണ്. ഇനി അടുത്തത് പഞ്ചവടി പ്രവേശമാണ്. അഗസ്ത്യമുനി പറഞ്ഞതുപോലെ 2 നാഴികയെന്ന് ഗൗതമി തീരത്ത് ഇങ്ങനെ ആ തീരത്തുകൂടെ ഇങ്ങനെ നടന്ന് പഞ്ചവടി എന്ന സ്ഥലത്ത് ലക്ഷ്മണൻ അവിടെ ഒരു മനോഹരമായ പർണശാല ഉണ്ടാക്കുന്നു. ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ സീതയോടൊത്ത് സന്തോഷത്തോടെ അവിടെ താമസിച്ചു എന്നാണ് പറയുന്നത്. പ്രഭാതത്തിൽ കുളി ദേവാരമൊക്കെ കഴിക്കും. അവർ നടന്നു പോകുമ്പോൾ സീതയെ മധ്യത്തിലാക്കി ലക്ഷ്മണൻ മുന്നിലും ശ്രീരാമൻ പുറകിലുമായി സഞ്ചരിക്കും. രാത്രി ആയുധങ്ങളുമായി ലക്ഷ്മണൻ കാവൽ നിൽക്കും. ഇങ്ങനെ അവിടെ കുറേ കാലം താമസിച്ചു അവർ. ഇനി അടുത്തത് ലക്ഷ്മണോപദേശമാണ്. ഈ ശ്രീരാമ ലക്ഷ്മണന്മാർ അങ്ങനെ സീതയോടുകൂടി പഞ്ചവടിയിൽ കഴിയുന്ന സമയത്ത് ഒരു ദിവസം ഇവർ രണ്ടുപേരും മാത്രമായ അവസരത്തിൽ ലക്ഷ്മണൻ ശ്രീരാമൻ്റെ അടുത്ത് നിന്ന് നമസ്കരിച്ചിട്ട് വളരെ വിനയത്തോടു കൂടി അപേക്ഷിക്കുകയാണ്, ഭഗവാനെ, എനിക്ക് മുക്തിമാർഗത്തെ ഉപദേശിച്ചിടണം. അവിടുത്തെ പരമഭക്തനായ അടിയനോട് എൻ്റെ ഉള്ളിലുള്ള അജ്ഞാനം അകലും വണ്ണം ജ്ഞാനം, വിജ്ഞാനം, ഭക്തി, വൈരാഗ്യം ഇവയെല്ലാം എന്തെന്നും ഇവയുടെ അടയാളങ്ങൾ എന്തെല്ലാമെന്നോ അരുളി ചെയ്താലും ഈ ഭൂമണ്ഡലത്തിൽ അങ്ങല്ലാതെ മറ്റാർക്കും ഇവയെക്കുറിച്ച് ശരിയാവണ്ണം ഉപദേശിക്കാൻ സാധിക്കില്ല എന്നും പറയുന്നു. വളരെ സന്തോഷത്തോടുകൂടി ശ്രീരാമൻ പറയുകയാണ്, ലക്ഷ്മണ, ഇത് വളരെ ഗോപ്യമായിട്ടുള്ളതാണ്, വളരെ രഹസ്യമായിട്ടുള്ള ഉപദേശമാണ്. കേട്ട് കഴിയുമ്പോൾ നിൻ്റെ ഉള്ളിലുള്ള ആ അതായത് വികല്പമെല്ലാം മാറും. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞ് ലക്ഷ്മണന് ശ്രീരാമൻ ഉപദേശിക്കുന്നതാണ് ലക്ഷ്മണോപദേശം. ഇത് ലക്ഷ്മണോപദേശം എന്ന പേരിൽ തന്നെ ഒരു ചെറിയ വീഡിയോ ആയിട്ടിട്ടുണ്ട്. ഇത് ടെക്സ്റ്റിൽ, അതായത് രാമായണത്തിൽ 4 പേജാണിത്. ഞാനത് പറയുമ്പോഴേക്കും 4 പേജിൽ നിന്നൊക്കെ വളരെ കൂടും. 4 പേജ് ആ പുസ്തകത്തിലുള്ളത്. അപ്പം നമുക്കത് വേറെ ഒരു വീഡിയോ ആയിട്ട് പറയാം. ഇനി അത് ശൂർപ്പണഖയുടെ ആഗമനമാണ് അടുത്തത്. അതായത് ആ ശൂർപ്പണഖ ഇവർ താമസിക്കുന്നിടത്തേക്ക് വരുന്ന നമുക്ക് നോക്കാം. ഈ ലക്ഷ്മണന് സാരോപദേശം കൊടുത്തതിന് ശേഷം ശ്രീരാമൻ ഗൗതമി തീരത്ത് ആ മനോഹരമായ പഞ്ചവടിയിലൂടെ അങ്ങനെ ലക്ഷ്മണനോടൊത്ത് സീതയോടൊത്ത് ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ നടന്നു പോകുന്നു. ഈ സമയം ജനവാസ സ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശൂർപ്പണഖ, ജനസ്ഥാനം എന്നാണ് ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്നത്. ഇവർ പൊതുവെ മനുഷ്യഭോജികളാണല്ലോ. അപ്പോൾ ഈ ജനവാസ മേഖലയിൽ കൂടെ വന്നാലല്ലേ ഇവർക്ക് മനുഷ്യനെ പിടിച്ച് തിന്നാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ജനസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്. കൊടുങ്കാട്ടിൽ കുറച്ച് സ്ഥലത്ത് മനുഷ്യർ താമസിക്കുമ്പോൾ അവരവിടെ കൂട്ടമായിട്ട് താമസിക്കും. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ശൂർപ്പണഖ എന്ന രാക്ഷസി ഭൂമിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭൂമിയിൽ കാണുന്നതാണ് കൊടിമരം, തോട്ടി, വജ്രം, താമരപ്പൂവ് എന്നീ ചിഹ്നങ്ങളോടുകൂടിയ കാലടിപ്പാടുകൾ. നമുക്ക് ഈ കാലടിപ്പാടുകൾ പരിചയമുണ്ടല്ലേ? ശ്രീരാമൻ്റെ പാദത്തിൽ കാണുന്ന ചിഹ്നങ്ങളാണ്. ആ പാദങ്ങളുടെ സൗന്ദര്യം ഓർത്ത് അതിൽ ആകൃഷ്ടയായി തീരുകയാണ് ശൂർപ്പണഖ. എന്നിട്ട് ആ കാലടിപ്പാടുകളെ പിന്തുടർന്ന് ഈ പഞ്ചവടിയിലുള്ള
ശ്രീരാമൻ്റെ ആശ്രമത്തിൽ എത്തുകയാണ്. അവരവിടെ അങ്ങനെ ആ ശൂർപ്പണഖ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം. അതായത് ഭാനുമണ്ഡല സഹസ്രം എന്ന് പറഞ്ഞാൽ 1000 ഉദിച്ചു വരുന്ന 1000 സൂര്യന്മാരുടെ തേജസ്സോടെ. ഭാനുഗോത്രജം ഭവഭയനാശനം പരം, അതായത് സംസാര ദുഃഖത്തെ തീർക്കുവാനായി സൂര്യവംശത്തിൽ ജനിച്ച ശ്രേഷ്ഠൻ. മാനവവീരം മനോമോഹനം മായാമയം, അതായത് മനസ്സിനെ മോഹിപ്പിക്കുന്ന മായാമയനായ പരാക്രമവീരനായ, അതായത് വീരനായ പുരുഷൻ സുന്ദര പുരുഷനായ. ഇനി മാനസഭവസമം മാധവം മധുഹരം. മാനസഭവസമം, ആ കാമദേവനെ പോലെ സുന്ദരനായ മധു, അതായത് മദ്യം, മധു അല്ലെങ്കിൽ തേൻ എന്നും മധുവിന് പേരുണ്ട്. അങ്ങനെ ആ ഹരം മധു പോലെ അല്ലെങ്കിൽ തേൻ പോലെ, അല്ലെങ്കിൽ ഇത് കഴിച്ചാൽ തേനാണെങ്കിലും കുറച്ചധികം കുടിക്കുമ്പോൾ നമുക്ക് ഒരു മത്ത് പിടിക്കുന്ന പറയുന്നത്. അതുപോലെ കാമദേവനെ പോലെ സുന്ദരനായ ഈ മധു പോലെ മത്ത് പിടിപ്പിക്കുന്ന സൗന്ദര്യത്തോടു കൂടിയ ആ മാധവനെ സീതാസമേതനായിട്ട് കാണുകയാണ്. അവൾ ഭഗവാന്റെ ആ മത്ത് പിടിപ്പിക്കുന്ന സൗന്ദര്യത്തിൽ മയങ്ങി കാമാർത്തയായി മീനകേതന ബാണപീഡിതയായാളേറ്റം എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാമദേവൻ്റെ ബാണമേറ്റ്, മീനകേതനാണ് കാമദേവൻ. അപ്പോൾ ആ കാമപരവശയായി ശ്രീരാമനോട് ഇഷ്ടം തോന്നി എന്നർത്ഥം. ആ കാമരൂപിണിയായ അവൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ രാക്ഷസന്മാർക്കും രാക്ഷസികൾക്കും ഒക്കെ വേഷം മാറാമല്ലോ, അതുകൊണ്ടാണ് കാമരൂപിണി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഈ രാക്ഷസന്മാർ മായാവികളാണല്ലോ. ഇവിടെ ശൂർപ്പണഖ ഒരു സുന്ദരിയായ തരുണിയുടെ വേഷം ധരിച്ചിട്ടാണ് പതുക്കെ ശ്രീരാമൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് പഞ്ചവടിയിൽ. ആ ശ്രീരാമനെ സമീപിച്ചിട്ട് ഭഗവാൻ ആരാണ്, ആരുടെ പുത്രൻ, എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു, ഇവിടേക്ക് വരുവാൻ കാരണമെന്ത്, ഈ താപസ വേഷം ധരിക്കാൻ എന്താണ് കാരണം, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഉടനെ പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ എന്നെ ആദ്യം പരിചയപ്പെടുത്താം. ഞാൻ രാവണൻ്റെ അതായത് ലങ്കേശ്വരനായ ആ രാവണൻ്റെ സഹോദരിയായ ശൂർപ്പണഖയാണ്. ഖരൻ, ദൂഷണൻ, ത്രിശിരാസ് എന്നിങ്ങനെ 3 സഹോദരന്മാരോട് അവരോടുകൂടി താമസിക്കുന്നു. നിന്നെ എനിക്ക് പരിചയമില്ലല്ലോ, പരമാർത്ഥം പറഞ്ഞാലും ദയാനിധേ എന്ന് ശ്രീരാമനോട് പറയുകയാണ്. പരമാർത്ഥം എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ചിലപ്പോൾ കള്ളമൊക്കെ പറയുമല്ലോ, അതുകൊണ്ടായിരിക്കും തോന്നുന്നു. ഇനി ശ്രീരാമനപ്പോൾ പറയുകയാണ്, സുന്ദരി കേട്ടോളൂ, ഞാൻ അയോധ്യാപതിയായ ദശരഥൻ്റെ 4 മക്കളിൽ മൂത്തവനായ ശ്രീരാമനാണ്. എൻ്റെ സഹോദരൻ ലക്ഷ്മണനാണിത്. ഇതെൻ്റെ ഭാര്യ ജാനകിയാണ്, അതായത് ജനകാത്മജയായ സീതയാണ് ഇവള്. എന്നെക്കൊണ്ട് നിനക്ക് എന്ത് കാര്യമാണ് സാധിക്കാനുള്ളത്, അല്ലെങ്കിൽ ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത് പറയൂ എന്ന് ശൂർപ്പണഖയോട് പറഞ്ഞപ്പോൾ ശൂർപ്പണഖ തിരിച്ചു പറയുകയാണ്, എന്നെ നീ പരിഗ്രഹിക്കണം, എൻ്റെ കൂടെ വന്ന് സുഖമായി താമസിക്കണം, നിന്നെ പിരിഞ്ഞു പോകാൻ എനിക്ക് അശേഷം ശക്തിയില്ല എന്ന്. ശ്രീരാമൻ ജാനകിയെ നോക്കി, സീതാദേവിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറയുകയാണ്, ഞാനിവിടെ ഈ താപസവേഷവും ധരിച്ച് കാടുതോറും അലഞ്ഞു നടക്കുന്നു. ഈ ജാനകി എൻ്റെ ധർമ്മപത്നിയാണ്. അവളെ ഉപേക്ഷിക്കുന്നത് ധർമ്മമാണോ? അത് വളരെ കഷ്ടം തന്നെയല്ലേ. പിന്നെ നിന്നെയും കൂടി ഭാര്യയായി സ്വീകരിച്ചാൽ ആ സപത്നിയായിട്ടിരിക്കുക എന്നത് വലിയ കഷ്ടം തന്നെ. ആ സപത്നിയായിട്ടിരിക്കുന്ന ആ ദുഃഖത്തിലും വലിയൊരു ദുഃഖം വേറെ ഇല്ല തന്നെ. ആ ദുഃഖം നിനക്ക് സഹിക്കാൻ പറ്റില്ല. അതിനാൽ നീ നോക്കൂ, എൻ്റെ സഹോദരൻ ലക്ഷ്മണനാണ്. ആ ലക്ഷ്മണനെ നോക്കി, എന്ത് സുന്ദരനാണ്, മനോഹരനാണ്. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണ്. നീ അവന് ലക്ഷ്മി ദേവിയെ പോലെ ചേരും. ആ ലക്ഷ്മി ദേവിയെ പോലെ യോജിച്ചവൾ തന്നെയാണ്, നിനക്കവൻ നന്നായി ചേരും. നീ അവനോട് ചെന്ന് പറയുകയെന്നു. ഇത് കേട്ട് ശൂർപ്പണഖ വേഗം ലക്ഷ്മണനെ സമീപിക്കുന്നു. തൻ്റെ ഭർത്താവാകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ലക്ഷ്മണൻ ചിരിച്ചുകൊണ്ട് വേഗം പറയുകയാണ്, ഞാൻ രാജാവായ രാമൻ്റെ ദാസൻ മാത്രമാണ്. എന്നെ വിവാഹം ചെയ്ത് ഒരു ദാസിയായി തീരാൻ ജനിച്ചവളാണോ നീ? നീ രാമൻ്റെ അടുത്ത് ചെന്ന് നിൻ്റെ കുലവും ശീലവും എല്ലാം ഒന്നുകൂടി ഒന്ന് വിശദമായിട്ട് പറയാം, അപ്പോൾ രാമൻ നിന്നെ സ്വീകരിക്കുന്നു പറഞ്ഞു. പിന്നെയും ശൂർപ്പണഖ ശ്രീരാമനെ സമീപിക്കുകയാണ്. മന്നവ, നീ എന്നെ പരിഗ്രഹിക്കണം. ഈ കാനനത്തിലൂടെ, ഗ്രാമങ്ങളിലൂടെ, പർവ്വത പ്രദേശങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ നമുക്ക് കൈകോർത്ത് ചുറ്റി നടന്ന് അന്യോന്യം എല്ലാ സുഖങ്ങളും അനുഭവിക്കാം എന്ന് പറയുക. ശ്രീരാമൻ ഇപ്പോൾ വേഗം പറയുന്നു, ഒരുത്തനായാൽ അവൻ അരികെ ശുശ്രൂഷിക്കാൻ ഒരുത്തി വേണം, അതിന് ഇവളുണ്ട് എനിക്കിപ്പോൾ എന്ന് പറയുകയാണ് ജാനകിയെ ചൂണ്ടിക്കാണിച്ചിട്ട്. എന്ന് പറഞ്ഞ് ശ്രീരാമൻ ശൂർപ്പണഖയെ വീണ്ടും ലക്ഷ്മണൻ്റെ സമീപത്തേക്ക് പറഞ്ഞയക്കുകയാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പ്രാവശ്യം നടന്ന ശൂർപ്പണഖയ്ക്ക് അവസാനം ദേഷ്യവും കോപവും എല്ലാം നിരാശയെല്ലാം വന്നു. തൻ്റെ ആഗ്രഹം സാധിക്കില്ലല്ലോ എന്നോർത്തിട്ടുള്ള നിരാശ. അതുപോലെ ഈ ജാനകി കാരണമാണല്ലോ എനിക്ക് ശ്രീരാമനെ കിട്ടാത്തത്. അത് രണ്ടുപേരെയും മാറി മാറി സമീപിച്ചിട്ട് ആരും സ്വീകരിക്കുന്നില്ല അല്ലേ. അപ്പോൾ ഇത്രയും ആയപ്പോൾ ദേഷ്യം വന്നിട്ട് ഈ ശൂർപ്പണഖ സ്വന്തം രൂപത്തിലേക്ക് മാറുകയാണ്. ഭയാനകമായ ആവേശത്തിലേക്ക് മാറിയിട്ട് ഈ ജാനകി കാരണമാണല്ലോ എനിക്കിങ്ങനെ നിരാശപ്പെടേണ്ടി വന്നതെന്നോർത്ത് ജാനകിയെ പിടിച്ച് ഭക്ഷിക്കാനായിട്ട് അങ്ങ് ചെല്ലുകയും ശ്രീരാമൻ മുന്നിൽ കയറി നിൽക്കും. ജാനകിയുടെ മുന്നിൽ കയറി നിൽക്കുമ്പോഴേക്കും തൽക്ഷണം
നമുക്കറിയാം ലക്ഷ്മണൻ എപ്പോഴും ഇങ്ങനെ ആയുധധാരിയായി ഇവരെ രക്ഷിക്കാൻ റെഡിയായിട്ട് നിൽക്കുക. ഒട്ടും മടിച്ചില്ല. ലക്ഷ്മണൻ ഈ ശൂർപ്പണഖയുടെ മൂക്ക് ആദ്യം അരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2 മുലകളും 2 ചെവികളും അരിഞ്ഞു കളഞ്ഞു. ആ വേദന കൊണ്ട് അലറി വിളിച്ചപ്പോൾ 3 ലോകവും നടുങ്ങിയെന്നാണ് പറയുന്നത്. ആ പർവ്വതത്തിൻ്റെ, അതുമാത്രമല്ല, നീലപർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് 4-5 നദികൾ ഒഴുകി വരും പോലെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് മൂക്കിന് 2 ദ്വാരങ്ങളുണ്ട്, ചെവികൾ 2 ഉണ്ട്. മൂക്കിന് 2 ദ്വാരങ്ങളുണ്ടെങ്കിലും ഒന്നായിട്ടേ രക്തം ഒഴുകി വരത്തുള്ളൂ. അതുപോലെ 2 ചെവികൾ, 2 മുലകൾ. അപ്പോൾ 5 നദികൾ ഒഴുകി വരുന്നത് പോലെ ഈ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്നത് പോലെ രക്തം ഒഴുകി ഇങ്ങനെ വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അവൾ പോയപ്പോൾ രാമൻ ചിന്തിക്കുകയാണ്, ഇനിയിപ്പോൾ രാവണൻ്റെ വരവുണ്ടാകുമെന്ന് രാമൻ തന്നെത്താൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇനി ഖരവധമാണ് അടുത്ത ഹെഡിങ്. ശൂർപ്പണഖ ഖരൻ്റെ മുന്നിലേക്കാണ് ആദ്യം ചെല്ലുന്നത്. എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ, ചിറകറ്റ ഒരു പർവ്വതം വന്ന് പതിക്കും പോലെ വന്നു വീണു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൻ്റെ സഹോദരിയായ ശൂർപ്പണഖയെ കണ്ടിട്ട് ഖരൻ ചോദിക്കുക, ഈ മൃത്യുവിൻ്റെ വക്ത്രത്തിൽ, അതായത് മരണത്തിൻ്റെ വായിൽ ഇത്ര വേഗം പ്രവേശിച്ചവൻ ആരെ? വേഗം ചൊല്ലു ശൂർപ്പണഖ എന്ന് പറയുകയാണ്. അതായത് ഇങ്ങനെ ശൂർപ്പണഖയെ ചെയ്തവനെ ഉടനെ വധിക്കും ഖരൻ. അതുകൊണ്ട് ദശരഥപുത്രന്മാരായ 2 സുന്ദരന്മാരായ ഗുണവാന്മാരായ 2 മനുഷ്യർ, ആ രാമനെന്നും ലക്ഷ്മണനെന്നുമാണ് അവരുടെ പേര്. അവർ സീതയെന്ന പേരായ ഒരു കാമിനിയായ സ്ത്രീയോടുകൂടി കാനനത്തിൽ വസിക്കുന്നുണ്ട്. ജ്യേഷ്ഠൻ്റെ ആജ്ഞ അനുസരിച്ച് അനുജനായ ലക്ഷ്മണനാണ് എൻ്റെ ഈ കുജങ്ങളും ചെവികളും നാസികയും ഛേദിച്ചത്. ശൂരനായ നീ അവരെയൊക്കെ കൊന്നിട്ട് അവരുടെ രക്തവും മാംസവും എനിക്ക് നൽകണം. അവരുടെ ആ മാംസവും തിന്ന് രക്തവും കുടിച്ചാലേ എനിക്ക് തൃപ്തിയാവൂ എന്ന് പറയുകയാണ് ശൂർപ്പണഖ. ഉടനെ തന്നെ ഖരൻ തൻ്റെ 14 അനുചരന്മാരെ, രാക്ഷസന്മാരെ വിളിച്ചിട്ട് ശൂർപ്പണഖയുടെ കൂടെ അയക്കുകയാണ്. ആ ദുഷ്ടാധമന്മാർ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന രാമനെ ലക്ഷ്മണനെയാണ്. അവരെ കൊന്നിട്ട് ഇവൾക്ക് തിന്നാൻ കൊടുക്കുക എന്ന് അവരോട് ആജ്ഞാപിക്കുന്നു. സോദരി, നീ ഇവരുടെ കൂടെ ചെന്ന് അവന്മാരെ കാട്ടിക്കൊടുക്കുക, ഇവർ നിൻ്റെ ആഗ്രഹം നടത്തി തരുമെന്ന് പറഞ്ഞ് ശൂർപ്പണഖയും കൂട്ടി അവരെയെല്ലാം ഇങ്ങനെ ശ്രീരാമൻ്റെ അടുത്തേക്ക് അയക്കുന്നു. ആ 14 രാക്ഷസന്മാരും പലവിധ ആയുധങ്ങളൊക്കെ എടുത്ത് യുദ്ധസന്നദ്ധരായി പുറപ്പെടുകയാണ്. അവർ 14 പേരും കൂടി രാമന് നേരെ ഇങ്ങനെ ഓരോ ആയുധങ്ങളും പ്രയോഗിക്കുകയാണ്. രാമൻ അതെല്ലാം ഓരോന്നോരോന്നായി തടുത്തിട്ട് നിമിഷ നേരം കൊണ്ട് ആ 14 പേരെയും വധിച്ചു. ഇത് കണ്ട് ശൂർപ്പണഖ പേടിച്ചോടിയിട്ട് നേരെ തിരിച്ച് ഖരൻ്റെ അടുത്ത് തന്നെ ചെന്നിട്ട് കരഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ഖരൻ ചോദിക്കും, നിൻ്റെ കൂടെ വന്നവരൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവരെല്ലാം ആ ദൂഷണനെ, അതായത് അവരെല്ലാം തിരിച്ചു വരാത്തവണ്ണം തെക്കോട്ട് പോയി എന്നാണ് എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നത്. ഖരൻ പിന്നീട് ദൂഷണനെയും അനുജനായ ത്രിശിരസിനെയും 14,000 രാക്ഷസന്മാരെയും കൂട്ടി യുദ്ധത്തിനായി പോവുകയാണ് ശ്രീരാമനോട്. ആ രാക്ഷസന്മാർ ആയുധങ്ങളൊക്കെ എടുത്ത് പെരുമ്പടയോടുകൂടി വരുന്ന കോലാഹലം കേട്ടിട്ട് രാമൻ പറയുകയാണ്. രാമൻ അവിടെ സീതയും ലക്ഷ്മണനും രാമനും മാത്രമല്ലേ ഉള്ളൂ. രാമൻ ലക്ഷ്മണനെ വിളിച്ചിട്ട് പറഞ്ഞു, ലക്ഷ്മണ, നീ മൈഥിലിയെ ഒരു ഗുഹയിലാക്കി അടയ്ക്കണം, ഭയപ്പെടാതെ ഇരിക്കെ, നീ അവളെ ശരിക്കും പരിപാലിക്കണം, ഈ രാക്ഷസപ്പടയെ നേരിടാൻ ഞാൻ ഒരുത്തൻ മതി എന്ന് പറഞ്ഞ് ലക്ഷ്മണനെ സീതയും കൂടെ പറഞ്ഞു വിടുകയാണ്. ലക്ഷ്മണൻ അതുപോലെ തന്നെ ഈ സീതയെ കൊണ്ടുപോയി ഒരു ഗുഹയിൽ അടച്ചിട്ട് പുറത്ത് കാവൽ നിൽക്കുകയാണ്. ഖരദൂഷണ ത്രിശിരസ്സുകളെയും വൻപടയെയും 3.25 നാഴി കൊണ്ട് രാഘവൻ തൻ്റെ ശരങ്ങൾ കൊണ്ട്, ഈ രാമൻ തൻ്റെ ശരങ്ങൾ കൊണ്ട് ഒന്നൊടുക്കുകയാണ്. അങ്ങനെ ഈ യുദ്ധം നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള ദിവ്യായുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പ്രയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോ അസ്ത്രം അയക്കുമ്പോഴും രാമൻ അതിനെയൊക്കെ പ്രതിരോധിച്ച് ഈ 14,000 രാക്ഷസന്മാരെയും ഖരനെയും ത്രിശിരസിനെയും ദൂഷണനെയും കൊല്ലുന്നു. അപ്പോൾ ഈ 14,000 രാക്ഷസന്മാരും രാമൻ്റെ അസ്ത്രമേറ്റ് മരിച്ച ഉടനെ ദിവ്യവിഗ്രഹന്മാരായി തീർന്നു എന്ന് പറഞ്ഞാൽ ദിവ്യന്മാരായി തീർന്നു. ശ്രീരാമൻ അവർക്ക് ജ്ഞാനോപദേശം നൽകുന്നു. അതുകൂടാതെ ശ്രീരാമൻ്റെ കൈകൊണ്ട് മരിച്ചതുകൊണ്ട് അവർക്ക് മുക്തിയും ലഭിക്കുന്നു. അവരെല്ലാം ശ്രീരാമനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചതിന് ശേഷം സ്തുതിക്കുകയാണ്. നമസ്തേ പാദാംബുജം രാമ ലോകാഭിരാമ എന്ന് സ്തുതിച്ച്, അതാ സ്തുതിയാണ് പേജ് 181 അതുപോലെ തന്നെ സൗമിത്രി സീതാദേവിയോടുകൂടി വന്ന് ശ്രീരാമനെ നമസ്കരിക്കുകയാണ്. അപ്പോൾ യുദ്ധം കഴിഞ്ഞതല്ലേ, ശ്രീരാമൻ്റെ ദേഹത്തൊക്കെ മുറിവുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ അമ്പും അതുപോലെ തന്നെ മറ്റ് ആയുധങ്ങളും ഒക്കെ വന്ന് കൊണ്ടതിൻ്റെ. സീതയ്ക്കത് കണ്ടപ്പോൾ സഹിച്ചില്ല. സീത കരഞ്ഞുകൊണ്ട് ഇറ്റിറ്റ് വീണുന്ന കണ്ണുനീരോടുകൂടി ശ്രീരാമൻ്റെ ദേഹത്ത് ആ മുറിവുകളിലൊക്കെ ലക്ഷ്മീദേവി തഴുകിയപ്പോൾ ആ മുറിവുകളും വടുക്കളും എല്ലാം മാഞ്ഞു പോയെന്നാണ് എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നത് ഇവിടെ.
രാമൻ വീണ്ടും രാവണൻ്റെ ആഗമനം അടുത്തു എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ്. ഇപ്പോൾ രാക്ഷസന്മാരെ എല്ലാം വധിച്ചു. ഇവരൊക്കെ എന്തായാലും രാവണൻ അറിയുമല്ലോ. ലക്ഷ്മണനെ വിളിച്ച് ഖരദൂഷണ ത്രിശിരാക്കളെയും രാക്ഷസന്മാരെയും വധിച്ച വിവരം അവിടെയുള്ള മറ്റു മുനിമാരെ അറിയിക്കണമെന്ന് പറയുന്നു. ആ മുനിമാർക്ക് വളരെ സന്തോഷമായി. ഇങ്ങനെ ഒന്നൊന്നായി രാക്ഷസന്മാരെ എല്ലാം ശ്രീരാമൻ കൊന്നൊടുക്കുമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് അവരെല്ലാവരും. അങ്ങനെ മൈഥിലിക്ക് ഈ സന്തോഷസൂചകമായിട്ട് ഈ രാക്ഷസന്മാരുടെ മായാവിദ്യകളുണ്ടല്ലോ അതൊന്നും ഏൽക്കാതിരിക്കാനായിട്ട് ഈ മുനിമാർ ഒരു ചൂടാരത്നം സീതയ്ക്ക് വേണ്ടിയും ശ്രീരാമൻ അണിയാനായി ഒരു അങ്കുലിയും ലക്ഷ്മണനായി ഒരു കവചം എന്ന് പറഞ്ഞാൽ പടച്ചട്ട, ഇതെല്ലാം നിർമ്മിച്ച് സമ്മാനമായി കൊടുക്കുന്നു. അവർ മൂന്നുപേരും അത് സന്തോഷം സ്വീകരിച്ച് ധരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ശൂർപ്പണഖ ഖരദൂഷണനും മരിച്ചു, ആദ്യം പോയ 14 രാക്ഷസന്മാരും മരിച്ചു. അപ്പോൾ ഇനി അടുത്ത ഭാഗമാണ്, അത് നമുക്ക് നാളെ കേൾക്കാം. ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ലക്ഷ്മണോപദേശം മറക്കാതെ കാണണം. അത് ഞാൻ ഒരു ചെറിയ വീഡിയോ ആയിട്ടിട്ടുണ്ട്. ഈ ടെക്സ്റ്റിൽ 4 പേജാണുള്ളത്. അതെല്ലാം തത്വോപദേശമാണ്. അത് ശരിക്കും എല്ലാവരും കേൾക്കേണ്ടതാണ് കേട്ടോ. നമുക്കും ആത്മജ്ഞാനം ഉണ്ടാകണം, പരമാത്മജ്ഞാനം ഉണ്ടാകണം. വിജ്ഞാനം എന്താണ്, വൈരാഗ്യം എന്താണ് എന്നൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. മറക്കാതെ ലക്ഷ്മണോപദേശം കൂടി കാണണം.